ഹലോ നമസ്കാരം. സിംബ ഫ്രാൻസിന്റെ എന്തിനും ഏതിനും സായിപ്പിനെ വെല്ലുന്ന മലയാളി ബിൽഡർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 10-20 വർഷത്തെ UK-യിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങളുടെ ബിൽഡിംഗ് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുവാനുമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളൊരു പുതിയതായിട്ടൊരു വർക്ക് ചെയ്ത ഒരു വീട്ടിലേക്ക് ക്രിസ്മസ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മളുടെ മുമ്പിലിരിക്കുന്നത് മിസ്സിസ് ആൽഫ്രഡും, അതായത് ടിനു ആൽഫ്രഡും ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ആൽഫ്രഡ്. ഇതെൻ്റെ മിസ്സിസ് ടിനു. അപ്പോൾ ഞങ്ങൾ വി ഹവ് ബീൻ ഹിയർ ഇൻ നോട്ടിംഗം ഫോർ പാസ്റ്റ് 2 years. അപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളൊരു വീടൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ കരുതി. ഫോർ എവ്രി വൺ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഡ്രീമാണല്ലോ. സോ ലൈക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ ലൈക്ക് ഇന്ന പോലെ ആയിരിക്കണം, ഇന്നത് വേണം, താഴെ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ഞങ്ങൾക്ക് പല പല ഇതൊക്കെയായിരുന്നു, ആവശ്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഈ വീട് ഞങ്ങൾ വാങ്ങിക്കാന്നുള്ള തീരുമാനം എടുത്തു ഒരുമിച്ച്. അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീട് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വേണം, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലേ വേണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വീട് വ്യൂ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് ഈ വീട് ഇഷ്ടമായിരുന്നു. പക്ഷെ ചെറിയ ചേഞ്ചസ് നമുക്ക് വരുത്തണമെന്ന് ഫസ്റ്റ് വ്യൂവിൽ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് അപ്പൊ ഞാൻ ബേസിക്കലി വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് ചെയ്യും, വർക്ക് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ടെൻസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ കുറെ ഫണ്ടൊക്കെ ഇറക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ ക്ലിഫ്റ്റണിൽ ഫ്രാൻസിൻ്റെ സിംബ ആൻഡ് ഫ്രാൻസ് എന്നാണ് ടീമുണ്ടെന്ന് പറഞ്ഞ് നല്ല റിവ്യൂ ഒക്കെയാണ്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, വൈ കാൺ ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആളായിട്ട് സമീപിച്ചു. ഞാൻ വേറെ 2-3 പേരെ അടുത്ത് സമീപിച്ചു. പക്ഷെ കുറച്ചും കൂടി നല്ലൊരു അപ്രോച്ച് നമുക്ക് കൃത്യമായൊരു ടൈം ലൈൻ തന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഏറ്റവും വലിയ ഉപകാരം. കാരണം ഞാൻ വീട് വാങ്ങിച്ച് ഞാൻ എൻ്റെ ഇത് പറയുമ്പോൾ എന്താ പറയുന്നത്, നമ്മള് ഓഫർ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഫ്രണ്ട്സേട്ടനോട് സംസാരിച്ചിരുന്നു. വീടിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഫ്രണ്ട്സേട്ടന് ബൈ സെപ്റ്റംബറോടുകൂടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് എൻ്റെ ഫണ്ടും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ വീട് ഞങ്ങൾക്ക് കിട്ടി. ബാക്കി വർക്കിന്റെ ഞങ്ങൾക്ക് പോർച്ചിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പോർച്ച് വളരെ ചെറിയൊരു പോർച്ചായിരുന്നു. അപ്പോൾ ആ പോർച്ചിനെ ഞങ്ങൾക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. പോർച്ചിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 2 കാര്യം. ഒന്ന്, പോർച്ചിൽ നിന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരു സമയം വേണം, ഒരു സ്ഥലം വേണം. ബേസിക്കലി കോട്ട്സ്, ജാക്കറ്റ്സ് എല്ലാം ഹാങ് ചെയ്യാനും അങ്ങനെ അവിടെ നിന്നൊന്ന് സംസാരിക്കാനും ഫൈനൊക്കെ. എല്ലാ പ്രാവശ്യം ഞങ്ങൾ മുമ്പ് താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടാണ്. സംസാരിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് പോയി നിന്ന് തണവത്ത് നിന്ന് സംസാരിക്കണം. അപ്പോൾ കുറച്ചുകൂടി വലുതായിരിക്കണം എന്ന് തോന്നി. അത് ഇവളുടെ ഐഡിയ ആയിരുന്നു, പോർച്ച് വലുതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോർച്ച് വലുതാക്കണം എന്നുണ്ടായിരുന്നു. പോർച്ച് വലുതാക്കി 2 ആക്സസ്, ലിവിംഗ് റൂമിലേക്കും അതുപോലെ കിച്ചണിലേക്ക് 2 ആക്സസ് സെയിം ടൈം. അപ്പോൾ അത് ട്രാൻസ്പാരന്റ് ഡോറ് വേണമെന്നൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പോർച്ച് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റണം ഹോളിൽ ആരാണ്, ലിവിംഗ് റൂമിൽ ആരാണ്, കിച്ചണിൽ ആരാണെന്നൊക്കെ കാണാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്തത് ഈ പാർട്ടീഷൻ ഞങ്ങൾക്ക് ഇങ്ങനെ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ആയിരുന്നു ലിവിംഗ് റൂമിലേക്കൊക്കെയുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾക്ക് ഒരു പ്രൈവസി വേണം, അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ വിസിബിലിറ്റി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഗ്ലാസ് ഡോറിനെ പറ്റി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ChatGPT കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്ത് കുറച്ച് മോഡൽസ് ഒക്കെ നമ്മുടേതായ രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ എന്നാലും അതൊരു പ്രൊഫഷണൽ രീതിയിലൊരു ഒപ്പീനിയൻ നമുക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഫസ്റ്റ് ഇവരും ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് അതിനൊരു പ്രോപ്പർ പ്രാക്ടിക്കബിലിറ്റിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമുക്ക് അതിനൊരു നല്ലൊരു പ്ലാൻ നമുക്ക് ഫൈനലായിട്ട് വന്നത്. പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് ഒരു വർഷിപ്പ് പ്ലേസ് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്. ഒരു വീട്ടില് മെയിൻ ഒരു പൊസിഷനിൽ തന്നെ ഒരു വർഷിപ്പ് പ്ലേസ് വേണമെന്നുള്ളത്. അപ്പോൾ ഫ്രാൻസേട്ടൻ സിംബാന്റെ ഫ്രാൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ലൈക്ക് ആള് എല്ലാം ക്ലിയർ ആണ്, ലൈക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല, അത് ഇത് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഞാൻ വേറെ ആൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ലൈക്ക് ടൈമിന്റെ കൺസ്ട്രെയിൻ ഒക്കെ ആള് മുമ്പേ പറയും. അപ്പൊ നമുക്ക് ആൾ അതിനനുസരിച്ചിട്ട് അടുത്ത ഒരാൾക്ക് അത് ഇത് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്, നമുക്ക് ഈസി ആയിട്ട് ഒറ്റ 1 പോയിന്റ് സൊല്യൂഷൻ ആണ്, ഒരു 360 അപ്രോച്ച് ആണ്. ട്രാൻസ്ജെൻഡറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അപ്രോച്ചും നമുക്ക് എല്ലാ സൊല്യൂഷൻസും കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ വർഷിപ്പ് പ്ലേസിനെ പറ്റി സംസാരിച്ചപ്പോൾ അതിന് എനിക്ക് പ്രോപ്പറായിട്ട് ആള് ബിജു ചേട്ടനെ കണക്ട് ചെയ്ത് തന്നു. ബിജു ചേട്ടൻ ആളുടെ കൂടെ തന്നെ ചെയ്യുന്ന വർക്കിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ബിജു ചേട്ടൻ ആണ് ഡിസൈനൊക്കെ അതിന് വേണ്ടി സഹായിച്ചത്. അതുപോലെ സ്റ്റേഴ്സിന്റെ താഴെയുള്ള ഏരിയ വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ കിച്ചണിലായതുകൊണ്ട് കിച്ചണിന്റെ കാര്യങ്ങൾ പറയുന്നത്, അപ്പം എനിക്കൊരു കിച്ചണിലൊരു സ്റ്റോറേജ് റൂം സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി കുറേ സ്റ്റോറേജ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു സ്റ്റെയറിന്റെ അടിയിൽ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നു. സ്റ്റോറേജ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് അത് അക്സസിബിൾ അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു പ്രോപ്പർ വേയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റണം എന്ന് ആഗ്രഹം വന്നപ്പോൾ നമ്മൾ ഫ്രാൻസിൻ്റെ അടുത്തും ബിഷുവിൻ്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ നമ്മൾ അതിൽ പ്രോപ്പറായിട്ട് നമുക്കൊരു ക്യാബിനറ്റ്സ് വന്നു, കുറച്ചുകൂടി ഒരു ബെറ്റർ ഐഡിയ വന്നു. ഇപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആര് വന്നാലും ഫസ്റ്റ് പറയുന്ന കാര്യം അതൊരു സ്റ്റോറേജ് ആണെന്ന് മനസ്സിലാവില്ല, അത്രയും നീറ്റായിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സ്പേസ് വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് സ്പേസ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, നമുക്ക് വീട് വാങ്ങിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ലേഡീസിൻ്റെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു മേക്കപ്പ് ഏരിയ വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും. അതുപോലെ തന്നെ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, എനിക്കൊരു മേക്കപ്പ് ഏരിയ വേണം എന്നുള്ളത്. അപ്പോൾ നമ്മളത് സംസാരിച്ചു. അപ്പോൾ അത് സംസാരിച്ചപ്പോൾ നമ്മൾ കുറച്ച് റെഫറൻസ് എടുത്തു നമ്മുടേതായ രീതിയിൽ. പക്ഷെ നമുക്ക് ആ സ്പേസിനുള്ളിൽ ആ ഒരു ഐഡിയ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രാക്ടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ വർക്കൗട്ട് ചെയ്തു. നല്ല രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് നല്ല രീതിയിൽ ആ പ്ലാൻ വർക്കൗട്ട് ആയി. അവിടെ ഒരു മേക്കപ്പ് ഏരിയ പോലെ, നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ പോലെ നല്ല ഒരു ഏരിയ അവിടെ വന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ കുറേ ഡിസ്കഷൻസ് നമ്മൾ നടത്തിയിരുന്നു. നമ്മളൊരു പ്ലാനായിട്ട് വരും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അത് മെറ്റീരിയലിൻ്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കൊണ്ട് അത് ചിലപ്പോൾ അവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ സ്പേസ് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഹെൽപ്പ് തന്നിരുന്നതും കുറേ അഡ്വൈസ് തന്നിരുന്നതും ഫ്രാൻസിൻ്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ ബിജുവിൻ്റെ അടുത്തു നിന്നും ആയിരുന്നു കൂടുതലും. അതും കൂടി ആയപ്പോഴാണ് അത് പ്രോപ്പറായിട്ട് നമുക്ക് വർക്കൗട്ട് ആയതെല്ലാം. വെൽക്കം ബാക്ക് അവർ വീഡിയോ. ഞങ്ങൾക്കിപ്പോൾ ഇനി തരുവാനുള്ളത് ടിപ്സ് അഥവാ അഡ്വൈസ് ആണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ലീഗലിയാണ് ചെയ്യുന്നത്. ലീഗലി ചെയ്താൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് വാല്യൂ കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ബിൽഡിംഗ് കൺട്രോളിൻ്റെ പെർമിഷൻ എടുക്കുക എന്നതാണ്. ഈവൻ നമ്മൾ കൗൺസിലിന്റെ പെർമിഷൻ എടുത്തില്ലെങ്കിൽ പോലും ബിൽഡിംഗ് കൺട്രോളിന്റെ പെർമിഷൻ എടുക്കുകയാണെങ്കിൽ അവരാണ് നമ്മുടെ UK ബിൽഡിംഗ് എങ്ങനെയാണ് പണിയുന്നത്, അല്ലെങ്കിൽ UK റെഗുലേഷൻ അനുസരിച്ച് അവര് വന്ന് നോക്കുകയും അവർ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അപ്ഡേറ്റ് ചെയ്യുകയും നമ്മുടെ നിലവിലുള്ള പ്രോപ്പർട്ടി വാല്യൂ കൂടുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് 3,50,000 പൗണ്ടിന്റെ ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോന് മുമ്പ് കണ്ടത്. ആ പോർച്ച് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 15,000 പൗണ്ടാണ് ആ പോർച്ചും ഇൻസൈഡിലെ വർക്കും കൂടി ചെയ്തത്. അപ്പോൾ ബിൽഡിംഗ് കൺട്രോൾ ഓൾറെഡി അത് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ പ്രോപ്പർട്ടി വാല്യൂ
3,65,000 പൗണ്ടായി. അപ്പോൾ അതുകൊണ്ട് ലീഗലി ചെയ്യുമ്പോൾ നിങ്ങൾ മുടക്കിയ എത്ര പൗണ്ടാണോ അതിന്റെ അതേ പൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചിലപ്പോൾ പ്രോപ്പർട്ടി വാല്യൂ എപ്പോഴാണ് നിങ്ങളത് വിൽക്കുവാനോ റീമോർഗേജ് ചെയ്യുവാനോ നോക്കുമ്പോൾ അതിൽ കൂടുതൽ, അതായത് 10,10,000 പൗണ്ടാണ് മുടക്കിയെങ്കിൽ ചിലപ്പോൾ 20,000 പൗണ്ട് വരെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വാല്യൂ കൂടി കിട്ടും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ലീഗലി പോവുക, അതുപോലെ ലീഗലി ചെയ്യുക വർക്ക്. ഇല്ലീഗലി ചെയ്താലുള്ള പ്രശ്നം, ഇല്ലീഗലി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേപ്പേഴ്സ് ഇല്ല, കാരണം ബിൽഡിംഗ് കൺട്രോളിന് പേപ്പർ കിട്ടില്ല, നിങ്ങളുടെ പ്രോപ്പർട്ടി വാല്യൂ അപ്ഡേറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇല്ലീഗലി ചെയ്താൽ നിങ്ങൾക്ക് ഈവൻ അത് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ റീമോർഗേജ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർട്ടി വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടില്ല. ഒരിക്കലും ആ പ്രോപ്പർട്ടിക്ക് വാല്യൂ കിട്ടില്ല, നിങ്ങൾ മുടക്കിയ പൈസ പോലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതൊരു വർക്കും ചെയ്യുമ്പോൾ ലീഗലി ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് UK ലാൻഡ് വാങ്ങി നമുക്ക് നാട്ടിൽ വീട് വെക്കുന്നത് പോലെ ഇവിടെ വെക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. അത് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ലാൻഡ് വാങ്ങി നമ്മുടെ രീതിയിൽ നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾക്ക് ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പ്ലാനിങ് പെർമിഷനോടുകൂടി നമുക്ക് സാധാരണ നാട്ടിൽ ചെയ്യുന്നത് പോലെ ലാൻഡ് വാങ്ങി വീട് വെക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സൈറ്റുകൾ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, കൂടുതൽ വിവരങ്ങൾ ഞാൻ തരുന്നതാണ്. താങ്ക് യു. അതുപോലെ തന്നെ ഈ ഫ്ലോട്ട് ഏകദേശം 575,000 വരുന്നുണ്ട്. ഈ ഫ്ലോട്ട് ഓൾറെഡി നമുക്ക് മോർഗേജിന് എടുക്കാം ഇത്, കാരണം ഇത് ഓൾറെഡി വീടുണ്ട്. അതിൽ 4.5 acres ഉണ്ട്. അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് പ്ലാനുകൾ ഉണ്ടാക്കിയിട്ട് വീടുകൾ അതിൻ്റെ അകത്ത് വേറെ എക്സ്ട്രാ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിറ്റാച്ച്ഡ് ബംഗ്ലാവാണിത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഫ്ലോട്ടുകൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം. ഇത് ഈ ഒരു ടൈപ്പ് നമുക്ക് മോർഗേജിൽ വാങ്ങാൻ പറ്റും. മറ്റേ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. ഈ ഒരു ഫ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫ്ലോട്ട് അറൗണ്ട് 650,000 ഇത് ഈ ഫ്ലോട്ടിന് പറയുന്നത്. ഈ ഫ്ലോട്ടിൻ്റെ കൂടെ 2 ഫ്ലോട്ടുണ്ട്, അത് 2 വീട് വെക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 1.3 million പൗണ്ടിൻ്റെ ലാൻഡാണ് ഇത്. ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രോയിങ് വീടാണ് ഇത് വരച്ചേക്കണത്. ഇത് റിയൽ വീടല്ല, ഇത് നമുക്ക് ആ ലാൻഡ് ഫോർ സെയിലാണ്. ആ ലാൻഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ഈ ഡ്രോയിങ് ഇതിനകത്ത് കാണിച്ചേക്കണ 2 വീട് എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 4 വീടായിട്ട് ഡ്രോയിങ് ആക്കി ഈ 4 വീടിൻ്റെ ഡ്രോയിങ് വരപ്പിച്ചിട്ട് 4 വീട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഏകദേശം 25-30 സെൻറ്റോളം ഈ ഫ്ലോട്ടിനുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിന് ഓൾറെഡി പ്ലാനിങ് പെർമിഷൻ കിട്ടിയേക്കണതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും റേറ്റ് വരണത്. അപ്പോൾ നമുക്ക് അതിൽ ബിൽഡിംഗ് പെർമിഷൻ, അതായത് പ്ലാനിങ് പെർമിഷനും ബിൽഡിംഗ് പെർമിഷനൊക്കെ എടുത്തിട്ടുള്ള ലാൻഡ് നമുക്ക് വാങ്ങി നമ്മുടെ ഇഷ്ടത്തിന് ഡ്രോയിങ് ഉണ്ടാക്കി അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമുക്ക് വീട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു ഫ്ലോട്ടാണ്. അതുപോലെ തന്നെ വലിയ ബഡ്ജറ്റിലുള്ള ഫ്ലോട്ടുകളും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണാൻ പറ്റും കേട്ടോ. താങ്ക് യു.